അവിടെ ഇരിക്കാം. പുതിയതായിട്ട് സ്കൂട്ടറൊക്കെ മേടിച്ചതല്ലേ? മധുരമാവും അല്ലേ? 2 ഐസ്ക്രീം. കുറച്ചു നാളായി ഞാൻ മിനിയോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. അതെങ്ങനെ തുടങ്ങണം, എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയില്ല. എങ്ങനെ വേണമെങ്കിലും പറയാം. പിന്നെ എന്നോടൊരു കാര്യം പറയാൻ പ്രത്യേകിച്ചൊരു ഇൻട്രഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല. കല്യാണത്തിന് മുമ്പായാലും അതിനുശേഷമായാലും അമ്മായിയപ്പന്റെ കാശിൽ വിലസുന്നത് എനിക്കിഷ്ടമല്ല. തന്നോട് പറയാനുള്ള ഒരു ഡെലിക്കസി കൊണ്ട് ഇത്ര നാൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മനസ്സിലായില്ല. താൻ എനിക്ക് വേണ്ടി ചെലവാക്കിയ ഈ കാശൊക്കെ ആരുടെ? അതെ, സാറിന്റെ അമ്മായിയപ്പന്റെ കാശൊന്നുമല്ല. അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഡയറക്ടറായിട്ട് ജോലി നോക്കുന്നതിന് കൃത്യമായി കിട്ടുന്ന ശമ്പളമാണ്. ഇനി സാറിന്റെ അറിവിലേക്കായിട്ട് വേറൊരു കാര്യം കൂടി പറയാം. സാറ് താമസിക്കുന്ന വീട് എന്റെ പേരിലാണെങ്കിലും എനിക്കെന്റെ ഭർത്താവാകാൻ പോകുന്ന വ്യക്തിയെ അച്ഛന്റെ മുമ്പിൽ അങ്ങനെ കൊച്ചാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാ മാസവും വാടക അച്ഛനെ ഏൽപ്പിക്കുന്നുണ്ട്. ആ, ഇപ്പൊ എന്തു പറയുന്നു? ഇപ്പോ ഞാൻ തനിക്ക് കടക്കാരനായി. അതെങ്ങനെ? നമ്മൾ ഭാര്യയും ഭർത്താവും ആയിരുന്നെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവാക്കുന്നതിനെ കുറിച്ച് കണക്ക് പറയൂ. ഇറ്റ്സ് നോട്ട് യുവർ മണി, അവർ മൈ മണി. വി ആർ സ്പെൻഡിങ് അവർ മണി. അതൊക്കെ കല്യാണത്തിന് ശേഷമല്ലേ? എന്നാ പിന്നെ കടം തീർക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ? എന്റെ കഴുത്തിൽ പെട്ടെന്നൊരു താലികെട്ട്. എനിക്കിനി 2 മാസം കൂടി കാത്തിരിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ സാറിന്റെ കണക്കിൽ കടം കൂടിന്ന് വരും. എന്റെ അമ്മോ, എനിക്കിപ്പോ ഒരൊറ്റ ആഗ്രഹമുള്ളൂ. തന്നോട് ഒരിക്കലെങ്കിലും വാചകം അടിച്ച് എനിക്ക് ജയിക്കണം. ഈ ശീലം അത്ര നന്നല്ലോ. എനിക്കറിയാം. വേണമെങ്കിലേ ആനന്ദിന്റെ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയോ. എനിക്ക് വേണ്ട. നാളെ എങ്ങനെ ചത്തുപോയാ പിന്നെ ഇതിന്റെ ത്രില്ല് എന്താണെന്ന് അറിയാൻ പറ്റില്ല. വേണമെങ്കിൽ മേടിച്ചോണ്ട് പോടേ, ചുമ്മാ സമയം മെനക്കെടുത്താതെ. ചെയർമാൻ ആണെങ്കിലും സംഗതി വേണമെങ്കിൽ നമ്മുടെ അടുത്ത് വരണം. വെറുതെ ഒന്നും അല്ലല്ലോ, കാശ് കൊടുത്തിട്ടല്ലേ. നല്ല സാധനമാണല്ലോ. ബ്രൗൺ ഷുഗറാണ്, പൂപ്പ കഞ്ചാവൊന്നുമല്ലേ. പുകച്ചു നോക്കിയിട്ട് പറ. കൊള്ളത്തില്ലെങ്കിലേ കാശ് തിരിച്ചു തന്നേക്കാം. എന്താടാ? ഒന്ന് മൂത്രം ഒഴിക്കാൻ പോണം. വല്ല മരത്തിന്റെ വീട്ടിലും പോയി ഒഴിച്ചാൽ മതി. ഒന്ന് ടോയ്ലറ്റിൽ പോണോന്ന്. സ്ഥിരം വരുന്നുണ്ട്. ഇത് പിള്ളേർക്കുള്ളതാ. സാറന്മാർക്ക് അങ്ങ് സ്റ്റാഫ് റൂമിന്റെ അടുത്താ. അറിയാം. എന്താ ഇവിടെ? ഞാൻ വിനീന്റെ കൂടെ വന്നതാ. നല്ല ചോദ്യം. സാധാരണ മനുഷ്യർ ടോയ്ലറ്റ് വരുന്നതിനാ. അപ്പോ നിങ്ങളോടല്ല പറഞ്ഞ. നിങ്ങളേതായാലും സാധാരണ ആളുകൾ വരുന്ന കാര്യത്തിനല്ല വന്നതെന്ന് തോന്നുന്നു. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് ആർക്കും അറിയില്ല. Come with me. എന്താ ഇത്? ബ്രൗൺ ഷുഗർ, കഞ്ചാവിന്റെയും ഹാഷിഷിന്റെയും പിൻഗാമി. വിലയിലും വീര്യത്തിലും അതിനേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നവൻ. അടുത്ത ജനറേഷനെ കാർന്നു നിന്ന ക്യാൻസർ. കൂടുതൽ പറയണോ? ഇവരെന്നെ കണ്ട് ഒളിച്ചു വെക്കാൻ ശ്രമിച്ചതാണ്. അല്ല സർ, ഞങ്ങൾ യൂറിൻ ഷെഡിനകത്ത് ചെല്ലുമ്പോൾ അതിനകത്ത് 2 പേരുണ്ടായിരുന്നു. അതിനു മുമ്പ് അവിടെ പലരും വരെയും പോവുകയും ചെയ്തതാ. അവരാരെങ്കിലും കൊണ്ടിട്ടായിരിക്കും. അല്ല, ഇവര് തന്നെയാണ് ഇതിന്റെ പിന്നിൽ. ഞങ്ങൾ പറയുന്നത് അത് രാമേന്ദ്ര സാറിനെ കൊണ്ടിട്ടെന്ന്. എങ്കിലോ എന്തിന്? സാറിനറിയാമല്ലോ, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ബാച്ചിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥിയാണ് ഞാൻ. പക്ഷെ രാമേന്ദ്രൻ സാർ വന്ന മുതൽ പുള്ളിക്ക് എന്നോടൊന്ന് വൈരാഗ്യം പോലെ. പഠിക്കാനായി ചെല്ലുന്ന എന്നെ പുള്ളി ക്ലാസ്സിൽ കയറ്റാറില്ല. പഠിക്കാനായിട്ടല്ല സാർ, സമരം ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനുമാണ് ഇവന്മാര് വരുന്നത്. ശരി, ഇനി യൂറിൻ ഷെഡിൽ പോകുമ്പോ നിങ്ങൾ ഓരോരുത്തരായിട്ട് പോയാൽ മതി, ഒന്നിച്ച് പോകണ്ട. ഓക്കെ സർ.
ഇറ്റ്സ് എ വാർണിംഗ്. യു ക്യാൻ ഗോ നൗ. താങ്ക് യു സർ. സാറെന്താ അവരെ സസ്പെൻഡ് ചെയ്യാത്തത്? കോളേജ് ക്യാമ്പസിനുള്ളിൽ ഡ്രഗ് സെയിൽ നടത്തുന്നത് വലിയ ക്രൈം തന്നെയാ, ഐ അഗ്രി. പക്ഷേ നമുക്കെന്താ ഒരു തെളിവ്? അവര് പറഞ്ഞത് ശരിയല്ലേ? ദിവസം എത്ര പേരാ യൂറിൻ ഷെഡിൽ പോകുന്നതാ? അവരുടെ കയ്യിൽ നിന്നല്ല നിങ്ങൾക്കത് കിട്ടിയത്. സോ വി ഡോണ്ട് ഹാവ് എ വാട്ടർ ടൈറ്റ് കേസ്. പിന്നെ മിസ്റ്റർ രാമേന്ദ്രൻ, ആ പിള്ളേര് ഇവിടുത്തെ വലിയ ആളുകളുടെയൊക്കെ മക്കളാ. നിങ്ങൾ വെറുതെ ഏടാകൂടത്തിനൊന്നും പോകണ്ട. വരൂ വരൂ വരൂ, എല്ലാരും വരൂ, എല്ലാരും വരൂ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? എല്ലാരും വരൂ. ആ വരൂ വരൂ, എല്ലാരും വരൂ, വരൂ വരൂ വരൂ. അല്ലയോ ഭാരതീയരായ വിദ്യാർത്ഥികളെ, ഈ ത്രിവർണ്ണ പതാകയ്ക്കരികിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചാണ്. അക്കോർഡിംഗ് ടു ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യ is a sovereign democratic republic. To all Indians, it secures social, economic and political justice. അതായത് സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ നീതി, പിന്നെ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ചിന്തിക്കാനും പ്രകടിപ്പിക്കാനും വിശ്വസിക്കാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം. എന്നിട്ടിവിടെ നടക്കുന്നതോ? നാളെ സമത്വസുന്ദരവും സമ്പൽ സമൃദ്ധവും വിദ്യാസമ്പന്നവുമായ ഒരു സമ്പൂർണ്ണ ഭാരതം കെട്ടിപ്പടുക്കേണ്ടവരായ നിങ്ങൾ ചെയ്യുന്നതോ? പാർട്ടി പ്രവർത്തനം നടത്താനും കമന്റ് അടിക്കാനും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനും കൂവാനും കല്ലെറിയാനും സമരം ചെയ്യാനും തമ്മിലടിക്കാനും പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാനും എല്ലാമുള്ള പരിപൂർണ സ്വാതന്ത്ര്യമായിട്ടാണ് നിങ്ങൾ ഇതിനെ കണക്കാക്കിയിരിക്കുന്നത്. നല്ലൊരു നാളേക്ക് വേണ്ടി അധ്വാനിക്കേണ്ട നിങ്ങളോട് ഞാൻ ഞാൻ ആംബുലൻസ് വിളിക്കാം. ടേക്ക് ഇറ്റ് ഈസി. അനന്തൻ അറിയാം യൂറിൻ ഷെഡിൽ എന്താണ് സംഭവിച്ചതെന്ന്. വിനയം മരിച്ചത് അവർ കൊടുത്ത ബ്രൗൺ ഷുഗർ വലിച്ചതുകൊണ്ടാണ്. എനിക്കൊരു സഹായം ചെയ്യണം. എനിക്കൊരു തെളിവ്. അവരുടെ കയ്യിൽ നിന്ന് വിനയൻ അത് വാങ്ങുന്നത് അനന്തൻ കണ്ടുവെന്ന് മാത്രം പറഞ്ഞാൽ മതി. കമോൺ, പറയില്ലേ? എനിക്കൊന്നും അറിയില്ല. അനന്തൻ, അനന്തൻ, അനന്തൻ സത്യം എന്താണെന്ന് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലെ പലതും ഇവിടെ ആവർത്തിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും വിനയ ഇനി മടങ്ങി വരാൻ പോണില്ല. ഇല്ല മാഷെ, എനിക്കൊന്നും അറിഞ്ഞൂടാ. അനന്തൻ,